പേടിയുടെ സാരഥയുടെ കയ്യിൽ മോർക്ക പിടിച്ചു നിൽക്കുന്ന ദേവിയെ കാണേ ആ ചുട്ടിക്ക് ചിരി വന്നുപോയി. അവളുടെ ചുണ്ടിൽ തെളിഞ്ഞ ചിരി കാണേ ദർശൻ അവളെ കൂർപ്പിച്ചത് നോക്കി. തന്നെ കൂർപ്പിച്ച് നോക്കുന്നവന്റെ മുഖത്ത് നോക്കി നല്ലോണം ഒന്ന് പുച്ഛിച്ചു വിട്ടു ആ ചുട്ടിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മൂന്നാൾക്കും ഓർമ്മയുണ്ടാവണം. അമ്മയാണെന്ന് ഇനി ഞാൻ ഓർമ്മിക്കില്ല. ഇനി ഒരിക്കൽ കൂടെ ഇതെനിക്ക് പറയേണ്ടി വരരുത്. വന്നാൽ പിന്നെ ഇതാവില്ല എൻ്റെ സ്വഭാവം, കേട്ടല്ലോ. എല്ലാം ആശയും സാരഥയും കുനിഞ്ഞുപോയ മുഖത്തോടെ നിൽക്കുന്ന ദേവിയെ മാറി മാറി നോക്കി പറയുന്ന വിച്ചിന്റെ ആ മുഴങ്ങുന്ന സ്വരം വീണ്ടും അവിടെ ഉയർന്നതും അച്ചുട്ടിയും ദർശനം പരസ്പരം നോട്ടം മാറ്റി നല്ല കുട്ടികളായി നിന്നു. അവർക്ക് മുന്നിലൂടെ മൂന്ന് നാണം കെട്ട് ചൂളിക്കൂടി പോകുന്നത് കാണേ അച്ചുട്ടിക്ക് ഒന്നാർപ്പ് വിളിച്ച് ചാടി മറിയാൻ തോന്നി. പിന്നെ ദർശൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവന്റെ നോട്ടം ഇടയ്ക്കിടെ തന്നിലേക്ക് പാളി വീഴുന്നത് അറിയുന്നത് കൊണ്ടും അവൾ അടങ്ങി നിന്നു. നിന്റെ ചേച്ചി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആ പാടത്തേക്കൊന്ന് കൊണ്ടുപോകാ ചുട്ടി. അവൾ കുറേ നേരമായിട്ട് എന്നെ ഒളിച്ചു നടക്കുവാണ്. ഞാൻ വൈകിട്ട് പോകും വരെ ആ പെണ്ണ് ഈ നടപ്പായിരിക്കും. അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്, ഞാൻ അവിടെ കാണും. അവിടുത്തെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വിച്ചിന്റെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞു നടപ്പാണ് അമ്മൂട്ടി. അവളെ തനിച്ചൊന്ന് കയ്യിൽ കെട്ടാൻ വഴിയില്ലാതെയാണ് ഒടുവിൽ ആ ദൗത്യം അവൻ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എൻ്റെ ചേച്ചി വഴക്ക് പറയാനാണോ അതോ സ്നേഹിക്കാനാണോ? കൂർത്ത നോട്ടത്തോടെ ഇടുപ്പിൽ കൈ കുത്തിന്ന് പെണ്ണ് തിരക്കി. സ്നേഹിക്കണോ നോവിക്കണോ എന്ന് തൽക്കാലം ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചിട്ടില്ല. അവൾക്ക് ഞാനില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ചോദിക്കാനാണ്. മുഖത്തൊരു ഗൗരവം വരുത്തിക്കൊണ്ട് വിജൻ പറഞ്ഞു. ചേച്ചിയെ ഞാൻ കൊണ്ടുവരും, പക്ഷേ സർക്കിൾ ലെമാൻ എൻ്റെ ചേച്ചി പെണ്ണിൻ്റെ കണ്ണങ്ങനെ നിറച്ചാൽ ബാക്കി ഞാൻ അപ്പം പറയും. വിച്ചനേക്കാൾ ഗൗരവത്തോടെ അച്ചുട്ടിയും പറഞ്ഞു. ഓ ഓ സമ്മതിച്ചു, പെട്ടെന്ന് പോയി അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്ക്. പറഞ്ഞുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി വിച്ചൻ. അവൻ്റെ ആ പോക്ക് നോക്കി ഒരു നിമിഷം നിന്ന അച്ചുട്ടി തിരികെ അമ്മൂട്ടിയെക്കൂട്ടൻ അവളെ മുറിയിലേക്ക് ചെന്നു. വിച്ചേട്ടൻ പോയ അച്ചുട്ടി. മുറിക്കുള്ളിൽ കയറി വന്നവളോട് കുഞ്ഞൊരു പേരുടെ അമ്മൂട്ടി തിരക്കി. എവിടെ പോവാൻ? അച്ചുട്ടി അവൾക്കടുത്തേക്ക് ഇരുന്ന് തിരക്കി. അല്ല, ജോലിക്ക് കൊട്ടാരക്കര. അമ്മൂട്ടി വിക്കി. നിന്നെ ഒന്ന് കാണും, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ആ പാടത്തേക്ക് പോയിട്ടുണ്ട്. തോട്ട് വക്കിൽ കാണും, മോളങ്ങ് ചെല്. ബെഡിലേക്ക് മലർന്ന് വീണുകൊണ്ട് അച്ചുട്ടി പറഞ്ഞു. ഞാൻ പോവില്ല, അച്ഛ അവിടെ ഉണ്ടാകും. അമ്മൂട്ടി പതിയെ പറഞ്ഞു. എന്നാ നീ പോകണ്ട, സർക്കിൾ ഇങ്ങോട്ട് വന്ന് നിന്നെ പൊക്കിയെടുത്തോണ്ട് പോകും, അറിയാലോ ആളെ സ്വഭാവം. അച്ചുട്ടി ചേച്ചിയെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എന്നെ എന്തിനാടി കാണുന്നേ? അതും ജോലിക്ക് പോവാതെ ഇവിടെ നിന്നിട്ട്? അമ്മൂട്ടി ടെൻഷനോടെ നഖം കടിച്ച് തുപ്പിക്കൊണ്ട് തിരക്കി. ഇനി അതും ഞാൻ പറഞ്ഞതാണോ? എൻ്റെ പൊന്നമ്മൂട്ടി ചേച്ചി, ആ മനുഷ്യൻ വൈകിട്ട് തിരികെ പോകും. അതിനു മുൻപ് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പറ്റുമെങ്കിൽ ഒന്നങ്ങോട്ട് ചെല്ല്. കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് അച്ചുട്ടി പറഞ്ഞു. പോവാല്ലേ, അച്ഛ കണ്ടാലെന്നാണ്. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റിട്ട് മടിയുടെ അമ്മൂട്ടി ഒന്നുകൂടെ തിരക്കി. വേണ്ടതേ, ഇവിടെ ഇരുന്നോ, ആള് ഇങ്ങ് വന്നോളും. പിന്നെ ആശതെ മുറിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട്. നിന്നെ ആരടി ചേച്ചി ടീച്ചറാക്കിയത്? രാവിലത്തെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി നിനക്ക് നല്ല ധൈര്യമൊക്കെ വന്നെന്ന്. ചേച്ചി നോക്കി പുച്ഛിച്ചുകൊണ്ട് അച്ചുട്ടി പറഞ്ഞു. നിന്റെ പുച്ഛമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ ആരും ടീച്ചറാക്കിയതല്ല, ഞാൻ പഠിച്ചു നേടിയതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മെല്ലെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അമ്മൂട്ടി. എങ്കിലും എൻ്റെ നാത്തൂനെ, എന്തൊരു പെണ്ണാണ് ആ ആശ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവളുടെ ആ സ്വഭാവം വെച്ച് എൻ്റെ ചെറുക്കൻ ഇതിനെ എങ്ങനെ സഹിക്കുന്നതാവോ? ആശയും അവളുടെ കൂട്ടാളികളും ഒക്കെ നാണം കെട്ട് പോയ ശേഷം സമാധാനത്തോടെ ഉച്ചയൂടും കഴിഞ്ഞ് ഉമ്മർത്തിരിക്കുന്ന നേരം രാഗിണി പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമുക്കാരെയും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. ഇവളുടെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാകും ആ ചെറുക്കൻ ഇങ്ങോട്ടൊന്നും വരാതെ അവിടെ ഒതുങ്ങി നിൽക്കുന്നത്. അവനും കൂടെ അവളെ എതിർത്ത് നിന്നാൽ കുടുംബത്തിലെ സമാധാനം പോകുമെന്ന്, അല്ലാതെ അവൾ നന്നാവില്ല. ശ്രീകുമാറിന്റെ അവസ്ഥ ഓർത്ത് പരിതപിച്ചുകൊണ്ട് വിലാസിനിയും പറഞ്ഞു. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയതാണ്. നിങ്ങൾക്കും അറിയാലോ, അശോകന് വേണ്ടി സ്ത്രീയെ ചോദിച്ചു വന്നിടം തൊട്ടാണ് അവൾ തനിക്കണം പുറത്ത് കാണിച്ചു തുടങ്ങിയത്. നമ്മളൊക്കെ കാണുന്നത് പോലും ശത്രുക്കൾ കാണുന്ന പോലെയാണ് അവൾക്ക്. അവനെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഒന്നിനും ഞാൻ അങ്ങോട്ട് പോകാത്തത്. വല്ലപ്പോഴും ഒരു വിടയിൽ ഒതുങ്ങി പരസ്പരമുള്ള അന്വേഷണങ്ങൾ. പറഞ്ഞു വന്നപ്പോൾ നിറഞ്ഞു പോയ കണ്ണുകൾ അമർത്തി തുടച്ചു രാഗിണി. വിഷമിക്കല്ലേ രാഗിണി. നാത്തുടെ നിറഞ്ഞ കണ്ണുകൾ കാണേ വിലാസിനി വിഷമത്തോടെ പറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമമൊന്നുമില്ല നാത്തൂനെ. കാരണം എന്നാണോ എൻ്റെ ശ്രീകുട്ടൻ്റെ സ്ഥാനത്ത് എന്തിനേതിനും ബാലമുണ്ട് എനിക്ക്. കണ്ണും മുഖമൊക്കെ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. പിള്ളേരെല്ലാം കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു. മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രാഗിനിയുടെ ശ്രദ്ധ മാറാൻ എന്ന പോലെ വിലാസിനി പറഞ്ഞു. ആ, പിള്ളേർ കിടക്കട്ടെ, നമുക്ക് വൈകിട്ട് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാം. രാഗിണി അതും പറഞ്ഞ് എഴുന്നേറ്റതും പിന്നാലെ തന്നെ വിലാസിനിയും കൂടി. വീടിന് പിന്നിലെ പറമ്പിൽ നിൽക്കുന്ന പണിക്കാർ കാണാതെ ഒരു സൈഡിലൂടെ നടന്ന് നെൽപ്പാടം തുടങ്ങുന്നിടത്ത് പാടത്തേക്ക് വെള്ളം തിരിച്ചു വിടുന്ന തോട്ടുബാഗിലെ തിണ്ടിലിരിക്കുന്ന വിച്ചിന് പിന്നിൽ വന്നിന്ന് നെഞ്ചിൽ കൈ വെച്ചെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു അമ്മൂട്ടി. തിച്ചേട്ടാ,
അവൾ വരുന്ന കണ്ടിരുന്നെങ്കിലും കാണാത്ത പോലെ ഇരുന്നവൻ്റെ പിന്നിൽ നിന്ന് വന്ന് വിളിച്ച് അമ്മൂട്ടി പയ്യെ വിളിച്ചു. വിച്ചേട്ടാ. അടുത്തു നിന്ന് വിളിച്ചിട്ടും മലങ്ങാതെ ഇരിക്കുന്നവനെ കണ്ണ് ഉരുട്ടി പിടിച്ചു നോക്കിയിട്ട് ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു പെണ്ണ്. അവൾ അടുത്തേക്ക് ഇരുന്നതും വിച്ചിൻ്റെ ചുണ്ടിൽ ചിരി വീരിഞ്ഞു. ഞാൻ വിളിച്ചിട്ടെന്താ വിളി കേൾക്കാത്തത്? അമ്മൂട്ടി പിണക്കത്തോടെ അവനോട് തിരക്കി. ഞാൻ എന്തിനാ വിളി കേൾക്കുന്നത്? ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ച് ഗൗരവത്തിൽ വിച്ചൻ തിരക്കി. വിച്ചേട്ടനല്ലേ എന്നിങ്ങോട്ട് പറഞ്ഞു വിടാൻ അച്ചൂട്ടിയോട് പറഞ്ഞത്? എന്നിട്ട് ദേഷ്യം കാണിക്കുന്നോ? ഞാൻ പോവാ. മകൻ ചുളുക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നിനക്ക് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല അല്ലടി? അവളെ വലിച്ചു പൊക്കിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് വിച്ചൻ ഗൗരവത്തോടെ ചോദിച്ചു. ചെക്കൻ്റെ പ്രവൃത്തിയിൽ കണ്ണു വീഴ്ച ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റിനും നോക്കിപ്പോയി അമ്മൂട്ടി. വിട് വിച്ചേട്ടാ. പെണ്ണ് കുതിരി പിടഞ്ഞ മടിയിൽ നിന്നും ഇറങ്ങിയിരിക്കാൻ നോക്കി. ബലം പിടിക്കരുത് അമ്മൂട്ടി, ഞാൻ വിടില്ല. അപ്പുറത്തെ പണിക്കാരുണ്ട് വിച്ചേട്ടാ, അവർ കണ്ട മോശമാണ്. അവൻ്റെ പൊതിഞ്ഞു പിടിക്കൽ പിടഞ്ഞുകൊണ്ട് അമ്മൂട്ടി വെപ്രാളത്തോടെ പറഞ്ഞു. ആര് വേണേലും കണ്ടോട്ടെ, ഞാനേ എൻ്റെ പെണ്ണിനെയാണ് ചേർത്ത് പിടിച്ചത്. അവളുടെ കാതോരം ചുണ്ടു ചേർത്ത് മെല്ലെ പറഞ്ഞു വിച്ചൻ. വേണ്ട വേണ്ട വിച്ചേട്ടാ. അവൻ്റെ മേശത്തുമ്പ ചെവിയിലും കവളിലുമൊക്കെ ഉരിഞ്ഞു മാറുമ്പോൾ അമ്മൂട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു പോയി. എന്ത് വേണ്ടെന്ന് അവളുടെ ആ പിടച്ചിൽ മനസ്സിലായതുപോലെ ചോദിക്കുമ്പോൾ വിച്ചന് ചിരി വന്നു. ഒന്നും വേണ്ട. കാതിൽ ഇക്കിളിയിട്ട് നീങ്ങുന്ന അവൻ്റെ ശ്വാസം പോലും അവളെ കുളിരണിയിച്ചു. ഒന്നും വേണ്ടെന്ന് പറയാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ അമ്മൂട്ടിയെ. അറിയാത്തതുപോലെ അവളുടെ കഴുത്തിൽ ചുണ്ടൊന്നുരസി മാറിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. എന്നെ വിടുവോ? ഞാൻ ഇവിടെ ഇരുന്നോളാം. പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ പോലും വിറച്ചുപോയി. വിടണോ? ആ ഇളം ചുവപ്പ് നിറമുള്ള വിറയ്ക്കുന്ന ചുണ്ടുകളിൽ കൊതിയോടെ നോക്കി അവനും തിരക്കി. ചിരിയോടെ ചോദിക്കുന്നവൻ്റെ ശ്വാസം മുഖത്തടിച്ചതും കണ്ണുകൾ മുറക്കി അടച്ച പെണ്ണു മോളി. കണ്ണ് തുറന്ന് വിച്ചനെ നോക്കമ്മൂട്ടി. അവളെ ചുവന്ന മുഖത്തേക്ക് നോക്കിയവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പെണ്ണില്ലെന്ന് കുറുമ്പോടെ മോളി. എന്നാലിപ്പോൾ ഉമ്മ വെക്കും ഞാൻ. ചിരി കടിച്ചു പിടിച്ച് വിച്ചൻ പറഞ്ഞു. വേണ്ട. നാണം പൂത്ത മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്നു. എൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക് പേടിയാണോ? വിച്ചൻ അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. പേടിയില്ലല്ലോ. തൻ്റെ ദേഹം അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് അമർന്നു പോയതും അമ്മൂട്ടി മെല്ലെ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വിച്ചേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇതുവരെ ഇല്ലാതെ വിൽക്കുന്നതും വിറയ്ക്കുന്നതുമൊക്കെ? കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം ചൂണ്ടുവിരൽ ഉയർത്തി ആ കണ്ണുകൾ സൂക്ഷിച്ചു നോക്കി വിച്ചൻ. അത് പിന്നെ എനിക്കറിയില്ല വിച്ചേട്ടാ. ഇതിനു മുൻപ് ഞാനിങ്ങനെ വിറച്ചിട്ടും വിക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ചുവന്നു പോയ മുഖം കുനശിയിരുന്ന അമ്മൂട്ടി പറഞ്ഞു. എന്നാ അതെന്തുകൊണ്ടാണെന്നൊക്കെ വിച്ചേട്ടൻ അറിയാട്ടോ. ഈ നാണവും വിക്കലും ചുവപ്പിക്കലും ഒക്കെ മാറ്റി തരുന്നുണ്ട്. നിന്നെ എൻ്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. ഇതുവരെ കാത്തിരുന്നില്ലേ? ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. എങ്കിലും അത്രയും ദിവസത്തെ കാത്തിരിപ്പിൻ്റെ മധുരം കൂട്ടാൻ ഇതിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ ചുണ്ടെന്ന് ആഴത്തിൽ പതിപ്പിച്ച് വിച്ചൻ. അവൻ്റെ ഉമ്മിനീർ കവളിൽ തണുപ്പ് തീർക്കും വിധം ആഴത്തിലുള്ള ചുംബനം. അമ്മൂട്ടിയുടെ വിടർന്ന മിഴികൾ അടഞ്ഞുപോയി. വിച്ചനാവട്ടെ അവളിൽ നിന്നും അകന്നു മാറാൻ പോലും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അവളിൽ നിന്നും ചുണ്ടടർത്തി മാറ്റി ആ മുഖം നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു വിച്ചൻ. അമ്മൂട്ടി ചേച്ചി. അല്പം നേരത്തിന് ശേഷം അവളിൽ നിന്നും മനക്കമൊന്നും ഇല്ലെന്ന് കണ്ട വിച്ചൻ മെല്ലെ വിളിച്ചു. എന്തൊരാലസ്യത്തിൽ അവളൊന്ന് മൂടി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും സങ്കടമൊന്നുമില്ലാതെ എൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? അവളെ അങ്ങനെ തന്നെ മടിയിൽ വെച്ചുകൊണ്ട് വിച്ചൻ ചോദിച്ചു. അമ്മൂട്ടി കണ്ണുകൾ ഒന്ന് തുറന്ന് അവനെ നോക്കി. ഇപ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നത് പ്രണയമായിരുന്നില്ല. പ്രണയം നിറഞ്ഞ കുറുമ്പുകളായിരുന്നില്ല, പകരം നോവായിരുന്നു. വിച്ചേട്ടൻ അത് മാത്രമേ കേട്ടുള്ളൂ. അതിനിപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, വിച്ചേട്ടൻ കൂടെയില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും ഈ ജന്മം അമ്മൂട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പുരുഷനാണ് എൻ്റെ ചേട്ടനെന്ന്. ഹൃദയവേദനയിൽ കലങ്ങി അവൻ്റെ കണ്ണുകളിൽ നോക്കി അമ്മൂട്ടി മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. ഒരിക്കലും എൻ്റെ അമ്മൂട്ടി ചേച്ചി വിച്ചേട്ടൻ വിട്ടുകളയില്ല. ഈ ജന്മം മാത്രമല്ല, വരും ജന്മങ്ങളിലും ഈ വിച്ചൻ ജനിക്കുമെങ്കിൽ എൻ്റെ പാതി ഈ അമ്മൂട്ടി ചേച്ചി ഉണ്ടാവും. അവളെ ചുറ്റി വരഞ്ഞിട്ട് പറയുമ്പോൾ വിച്ചൻ്റെ കണ്ണുകൾക്കൊപ്പം അമ്മൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. നിന്നെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ എൻ്റെ അമ്മൂട്ടി ചേച്ചി. സ്വല്പം നേരത്തിന് ശേഷം അവളെ തലയിൽ താടി ചേർത്ത് വെച്ചിരുന്നുകൊണ്ട് വിച്ചൻ പറഞ്ഞു. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടാകുമല്ലോ, പിന്നെന്താ? അവൻ്റെ കണ്ണുകളിൽ സങ്കടം കാണാൻ വയ്യാതെ മുഖം താഴ്ത്തിയിരുന്നു പെണ്ണ് പറഞ്ഞു. കല്യാണം കഴിയുമ്പോഴേക്കും എനിക്ക് കല്ലമ്പലത്തിലേക്ക് മാറ്റമാകും എന്നാണ് പ്രതീക്ഷ. അതാകുമ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ മതിയല്ലോ എനിക്ക് വന്നു പോകാൻ. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നാലും ഇടയ്ക്ക് എൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക് അങ്ങോട്ടും പോരാലോ. പിന്നെ നമ്മുടെ കീഴിൽക്കൂടെ ഒരുപാട് ദൂരമൊന്നുമല്ലല്ലോ. എനിക്ക് ഒരു ദിവസം വരാൻ കഴിഞ്ഞില്ലെങ്കിലും അച്ഛമ്മയോ അമ്മമ്മയോ ഉണ്ടാകും എൻ്റെ അമ്മൂട്ടിക്ക് കൂട്ടിന്. അതുവരെയുള്ള കളിശ്ശേരികളൊക്കെ വിട്ട് വിച്ചനിനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു തുടങ്ങി. അമ്മൂട്ടി ആവട്ടെ അതെല്ലാം അതിൻ്റെതായി ഗൗരവത്തോടെ തന്നെ കേട്ടിരുന്നു. ഹലോ കുറുകിൽ മതിയാക്കാനായില്ലേ രണ്ടിനും? ദേ അവിടെ അമ്മൂട്ടി ചേച്ചി തിരക്കുന്നുണ്ട്.
പാടത്തിന് മുകളിലെ റോഡിൽ നിന്നും അച്ചൂട്ടി വിളിച്ച് പറഞ്ഞു. അയ്യോ അച്ചൂട്ടി പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും ചാടി പിരണ്ട് എഴുന്നേറ്റു അമ്മൂട്ടി. ഈ പെണ്ണ് ഇതിന് അച്ചൂട്ടി എന്നല്ല പേരിടുന്നത്, കട്ടുറുമ്പ് വച്ചിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഒന്ന് നേരെ ചിവ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല പെണ്ണ്. കൂർത്ത മുഖത്തോടെ പറഞ്ഞു വീച്ചാൻ. സംസാരിച്ചതൊക്കെ മതി, ഞാൻ പോവാം പറഞ്ഞിട്ടുള്ള പാടവരമ്പിൽ ഓടിക്കയറി വീട്ടിലേക്ക് പാഞ്ഞു. എൻ്റെ മാഷേ വേവോളം കാത്തില്ലേ, ഇനിയിപ്പോൾ 6 കൂടെ കാത്തോളൂ. ചെറുചിരിയോടെ അവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ചേച്ചിക്ക് പിന്നാലെ പോയി അച്ചൂട്ടി. അല്പം നേരം കൂടെ അവിടെ തന്നെ ഇരുന്നിട്ട് പതിവീച്ചനും വീട്ടിലേക്ക് നടന്നു. ഇനിയിപ്പോൾ ഇടയ്ക്ക് വേറെ ചടങ്ങുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കല്യാണത്തിന് കണക്കാക്കി ഇനി വരുവുള്ളൂ വിശ. പുറത്തെ ബാത്റൂമിൽ നിന്നും കുളിച്ച് തോർത്തി അടുക്കള വാതിൽക്കൽ കൂടെ കടന്നു വന്ന വിച്ചിനോട് രാഗണ തിരക്കി. അങ്ങനെ പോരെ അച്ഛമ്മേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛ ചെയ്തോളും. കല്യാണമാണെന്ന് പറഞ്ഞ് ഒരുപാട് ലീവ് ഒന്നും കിട്ടില്ല. അവർ നീട്ടി ചായ വാങ്ങിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. അത് മതി, പിന്നെ താലിയും പുടവയും ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നീ കൂടെ പോകണം. കൊച്ചിൻ്റെ ഇഷ്ടവും കൂടെ നോക്കി വേണം എല്ലാം എടുക്കാൻ. അവൾ എടുത്തു ചാടി ഒന്നിലും അഭിപ്രായമൊന്നും പറയില്ല. നീ വേണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ. നിന്റെ അമ്മ വരുന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മൂട്ടിയുള്ള വാത്സല്യം മാവളം നിറഞ്ഞ സ്വരത്തിൽ അവർ പറഞ്ഞു. അതൊക്കെ പിന്നെ എനിക്കറിയില്ലേ എൻ്റെ അച്ഛമ്മയെ. തൻ്റെ പെണ്ണിനോടുള്ള അച്ഛമ്മയുടെ സ്നേഹം കാണാൻ മനസ്സ് നിറഞ്ഞ വിച്ചൻ അവരുടെ കവളിന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. നീ വേഷമൊക്കെ മാറിയിട്ട് അപ്പുറത്തേക്ക് വാ. അവിടെ ശ്രീകുട്ടി നിനക്ക് രാത്രി കഴിക്കാൻ എന്തൊക്കെയോ പൊതിഞ്ഞു കെട്ടി എടുക്കുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ട് രാഗിണി അപ്പുറത്തേക്ക് പോയതും ഇതെന്താ പതിവില്ലാതെ പൊതികെട്ടൽ എന്നോർത്തുകൊണ്ട് വിച്ചൻ വേഷം മാറാൻ പോയി. പോകാൻ റെഡിയായി ബാഗൊക്കെ എടുത്തിട്ടാണ് വിച്ചൻ ബാലുവിൻ്റെ വീട് വിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. പോകാൻ ഇറങ്ങിയോടാ നീ? വേഷമൊക്കെ മാറിയുള്ള അവൻ്റെ വരവ് കാണാൻ ബാലു തിരക്കി. ഉവ്, ഇപ്പം പോയ ഒരുപാട് രാത്രിയാകും മുൻപ് അങ്ങെത്താം. നാളെ രാവിലെ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞൊരു ചിരിയോടെ വിച്ചൻ പറഞ്ഞു. ഇനി എന്നാണ് ഇങ്ങോട്ട്? ബാലു അവൻ്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഇനി ഞാൻ വിവാഹത്തിന് ഒരു ദിവസം മുൻപേ വരുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഇനി അഥവാ എന്നെ കിട്ടിയില്ലെങ്കിൽ അച്ഛനെയോ ഏട്ടനെയോ വിളിച്ചാലും മതി. പിന്നെ ഡ്രസ്സ് എടുക്കാനും താലി എടുക്കാനും പോകുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ അങ്ങ് പോന്നേക്കണം. ബാഗ് സാധനങ്ങളൊക്കെ ബുള്ളറ്റിൽ വെച്ചുകൊണ്ട് വിച്ചൻ തൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്ന ബാലുവിനോട് പറഞ്ഞു. ഇതുകൂടെ ബാഗിൽ വെച്ചേക്കടാ, രാത്രി കഴിക്കാനുള്ളതാണ്. വീടിനുള്ളിൽ നിന്നും ഓടിയിറങ്ങി വന്ന ശ്രീകുട്ടി ഒരു കവർ അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താ പതിവില്ലാതെ? കവർ കയ്യിൽ വാങ്ങാൻ മടിച്ചെന്ന് വിച്ചൻ വല്ലായ്മയുടെ ശ്രീകുട്ടിയെ നോക്കി. ഇതുവരെ പതിവില്ലായിരുന്നു, ഇനി അങ്ങോട്ട് ഇത് പതിവാണ് മാഷേ. തന്നോട് ചേർന്ന് നിൽക്കുന്ന അമ്മൂട്ടിയെ നോക്കി ഒരു കള്ളച്ചിരിയുടെ ഉമ്മർത്തുനിന്നും അച്ചുട്ടി വിളിച്ചു പറഞ്ഞു. അച്ചുട്ടിയുടെ വർത്തമാനം കേൾക്കിയ ബാലു ആളെ നോക്കിന്ന് കണ്ണുരുട്ടി. പെണ്ണത് കാണാത്ത പോലെ ചേച്ചിയുടെ അടുത്തേക്ക് അങ്ങ് ചേർന്ന് നിന്നു. എടച്ചക്ക, ഇത് അമ്മൂട്ടി നിനക്ക് വേണ്ടി പൊതിഞ്ഞെടുത്തതാണ്. ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ തന്നുവിടാൻ എൻ്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകും. അന്ന് അവൾക്കത് പറയാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ വെച്ചുണ്ടാക്കി തരും. പോകാനിറങ്ങുമ്പോൾ രാത്രി കഴിക്കാനുള്ളതൊക്കെ പൊതി കെട്ടി തന്നും വിടും. വിച്ചൻ്റെ മടിക്കാണെ കാര്യം പറഞ്ഞുകൊണ്ട് ചെറുച്ചിരിയുടെ അവൻ്റെ കയ്യിലേക്ക് ആ കവർ വെച്ചു കൊടുത്തു ശ്രീകുട്ടി. ശ്രീകുട്ടി പറഞ്ഞതൊക്കെ കേൾക്കി വിച്ചൻ്റെ ഹൃദയമൊന്ന് കുളിർന്നു. അവൻ ആ മുഖം ചിരിച്ച് അമ്മൂട്ടി ഒന്ന് നോക്കി. മുഖത്ത് കുഞ്ഞൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ചുണ്ടിൽ പുഞ്ചിരിയാണ്. എൻ്റെ പെണ്ണെ, ഇനിയും നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാടി? അവൾ ആ നിൽപ്പും ഭാവവും കാണാൻ സങ്കടത്തിൽ നെഞ്ചിലൊന്ന് കൈ അമർത്തി വിച്ചൻ ഉള്ളിൽ പറഞ്ഞുപോയി. പിന്നെയും അവളെ തൻ്റെ പ്രാണനെ കണ്ണിലും മനസ്സിലും നിറച്ച് അവിടെ നിന്നാൽ ഇന്ന് പോക്ക് നടക്കില്ലെന്ന് മനസ്സിലായി വിച്ചൻ എല്ലാവരെയും നോക്കിന്ന് ഒന്ന് തലയാട്ടി യാത്ര പറഞ്ഞു പോയി. നിനക്കിനിയും എന്നെ നാണം കെട്ടി മതിയായില്ലേ ആശയെ? ബാലുവിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വിജയൻ പറഞ്ഞറിഞ്ഞു വന്ന ശ്രീകുമാർ അവർക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരക്കി. നിനക്ക് എന്ത് നാണക്കേടുണ്ടായി? നാണം കെട്ടത് മുഴുവൻ ഞാനല്ലേ? സ്വന്തം മോനും ആ തലതെറിച്ച ആസൂത്ത് പെണ്ണും ചേർന്ന് എന്നിലെ നാണം കെടുത്തിയത്? ആശൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു. നിന്നെ നാണം കെടുത്താൻ അവർ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. നീയല്ലേ ആ ടീച്ചറെയും മോളെയും കൂട്ടി അങ്ങോട്ട് പോയത്? നിനക്ക് പറ്റി ബന്ധക്കാരായിരുന്നു അത്. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ സഹോദരൻ മരിക്കാൻ കാരണമായവളെ വളർത്തുമോളെ മരുമകളായിട്ട് സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല. അതൊന്ന് നേരിട്ട് തന്നെ പോയി പറഞ്ഞ് അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അയാളുടെ ദേഷ്യം കാണി ആശയും ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നിനക്ക് ശരിക്കും ഭ്രാന്താണ് ആശേ. വർഷം കുറച്ച ഈ സഹോദരൻ മരിക്കാൻ കാരണം എൻ്റെ ശ്രീകുട്ടിയാണെന്നും പറഞ്ഞ് നീ നടക്കാൻ തുടങ്ങിയിട്ട് ഇനി ഒരിക്കൽ കൂടെ നീ ഇത് പറഞ്ഞാൽ നിന്റെ മുഖത്തെൻ്റെ കൈ പതിയും. ഇതുവരെ പറഞ്ഞതുപോലെയല്ല, ഓർത്തോ നീ? ആശയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി വിറപ്പിച്ചുകൊണ്ട് ശ്രീകുമാർ പറഞ്ഞു. എന്താച്ച ഇന്ന് എന്താ പ്രശ്നം? ആ റോഡിൽ വരെ കേൾക്കാം ഇവിടുത്തെ ബഹളം. ജോലി കഴിഞ്ഞ് വന്ന വഴിയെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കയറി വന്ന ഉണ്ണിയും അമലയും. വയ്യട, ഇനിയും മാർക്ക് മുന്നിൽ നാണം കെട്ട് തല കുഴച്ച് നിൽക്കാൻ വയ്യ എനിക്ക്. വിങ്ങി പൊട്ടി പറഞ്ഞുകൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു ശ്രീകുമാർ. എന്താമേ അമ്മയ്ക്ക് പ്രശ്നം? അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അയാളുടെ ആ തകർന്ന ഇരിപ്പ് കണ്ട് ഉണ്ണിക്ക് ദേഷ്യം വന്നിരുന്നു. അതേ കലിയോടെ അവൻ ആശയോട് ചൂടായി. നിന്റെ അനിയൻ ഒരുത്തി കെട്ടിയെടുക്കാൻ നിൽക്കുന്നില്ലേ? അവളെയും നിന്റെ അച്ഛൻ്റെ പൊന്നാല സഹോദരിയെയും ഞാൻ കുറ്റം പറഞ്ഞാണ് പ്രശ്നം.
എൻ്റെ സഹോദരൻ മരിക്കാൻ അവളാണ് കാരണം. അത് പറഞ്ഞതിന് അയ്യോ. ആശ പറഞ്ഞ് തീർക്കുമെന്നെ ചാടി എഴുന്നേറ്റ് ശ്രീകുമാർ അവരുടെ ഇരു കവളിലും മാറി മാറി അടിച്ചു. ആ അടിയുടെ ശബ്ദവും അവരുടെ കരച്ചിലും കേട്ട അമ്മലിക്കും അപ്പം ഉണ്ണിയും പകച്ചുപോയി. ശ്രീകുമാറിന് എത്ര ദേഷ്യം വന്നാലും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്നല്ലാതെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഒച്ച ഉയർത്തി സംസാരിക്കുകയോ ദേഷ്യം കാണിക്കുകയോ ചെയ്യാറില്ല, പ്രത്യേകിച്ച് ആശയോട്. ആ ആളിന്ന് ഇത്രയേറെ ദേഷ്യം കാണിക്കണമെങ്കിൽ അയാളെ ക്ഷമ നശിച്ചു പോയതുകൊണ്ടാണ് എന്ന് ആശയ്ക്കത് കിട്ടേണ്ടതായിരുന്നെന്നും ആ രണ്ടാൾക്കും ഒരുപോലെ തോന്നിപ്പോയി. അച്ഛാ. ആദ്യത്തെ പകുപ്പ് മാറിയതും ഉണ്ണി ഓടിപ്പോയി അയാളെ പിടിച്ചു മാറ്റി. അമല വന്ന് നിലത്ത് വീണുപോയി ആശയും പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. വീരടാ എന്നെ, ഇവളെ പുഴുത്ത നാവിനി ആർക്കും നേരെയും ഉയരരുത്. അത്രയ്ക്ക് സഹിച്ചു മടുത്തു എനിക്ക്. അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് അയാൾ പറഞ്ഞു. എന്താച്ചാ, എന്താ ഇത്? അയാളുടെ ദേഷ്യം കാണാൻ തെല്ലൊരു ഭയത്തോടെ ഉണ്ണി ചോദിച്ചു. സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഉണ്ണി. സഹോദരനും അച്ഛനും അമ്മയും ഒക്കെ നഷ്ടമായതല്ലേ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് ക്ഷമിക്കും തോറും എൻ്റെ തലയിൽ കയറുന്നതാണ് ഇവളുടെ പ്രവൃത്തി. ഇന്ന് ബാലുവിൻ്റെ വീട്ടിൽ ചെന്ന് ശ്രീകുട്ടിയെയും അമ്മൂട്ടിയെയും കുറിച്ച് ഇവൾ വളരെ മോശമായി സംസാരിച്ചത് ആ സരിത ടീച്ചറെയും അവരുടെ മോളിലെ വിച്ചിന് വേണ്ടി ഇവൾ കണ്ടെത്തിയ പെണ്ണ്. അതിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇവൾ അവിടെ ചെന്നത്. നമ്മൾ രണ്ടും പോയി സംസാരിച്ചു വന്ന പുറകിൽ ഇവൾ അവിടെ പോയി ഇത്രയും സീനാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ എൻ്റെ വാക്കിന് എന്ത് വിലയുണ്ട് അവർക്ക് മുന്നിൽ? നാളെ ആ പെൺകുട്ടി എൻ്റെ മോൻ്റെ ഒപ്പം ജീവിക്കേണ്ടതല്ലേ? അതിനെ എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞെന്നറിയോ? അയാൾ തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് മകൻ്റെ തോളിൽ ചാഞ്ഞു നിന്നു പോയി. അമ്മയുടെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന സ്വഭാവം അച്ഛൻ അറിയില്ലേ? അറിയാം, എനിക്ക് ഇവളെ ശരിക്കും അറിയാം. എങ്കിലും സ്വന്തം മകൻ്റെ ജീവിതം തകർത്ത് സന്തോഷിക്കാൻ ശ്രമിക്കുമെന്ന് കരുതിയില്ല ഞാൻ. അമ്മൂട്ടി, അല്ലെങ്കിൽ അവളെ നഷ്ടമായി പിന്നെ എൻ്റെ വിച്ചൻ അവനുണ്ടാവില്ലോണേ. അത് മനസ്സിലാക്കാൻ അവൻ്റെ പെറ്റമ്മയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? വല്ലാത്തൊരു സങ്കടത്തിൽ പറയുമ്പോഴും ആശയെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു.